ഹായ്, വെൽക്കം ടു പ്രപ്പ് സ്കെയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. 6th മൊഡ്യൂള് ഡാറ്റ റിപ്രസൻറ്റേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താ, അതുപോലെ തന്നെ ടാബുലേഷൻ എന്താ, അങ്ങനെ ഓരോ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഡാറ്റ റിപ്രസൻറ്റേഷനിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് റോ ഡാറ്റ എന്നുള്ളത് നോക്കാം. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ അസംസ്കൃത ദത്തം. എന്തായിരിക്കും റോ ഡാറ്റ എന്നുള്ളത്? ഒരു ഡാറ്റയിലെ സാമ്പിൾ മൂല്യങ്ങൾ ക്രമരഹിതമായി ക്രമീകരിക്കുമ്പോൾ അത് ആരോഹണ ക്രമത്തിലോ, ദാറ്റ് മീൻസ് അസെൻഡിങ് ഓർഡറിലോ അവരോഹണ ക്രമത്തിൽ ഡിസെൻഡിങ് ഓർഡറിലോ അല്ലാത്തപ്പോൾ ഡാറ്റയെ നമ്മൾ എന്ത് പറയുന്നു? അസംസ്കൃത ദത്തം എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് ഇപ്പം നമ്മളെ കയ്യിലൊരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആ ഡാറ്റ അസെൻഡിങ് ഓർഡറിലാക്കുന്നില്ല, ഡിസെൻഡിങ് ഓർഡറിൽ അങ്ങനെയൊന്നും നമ്മൾ ആക്കാതെ അറേഞ്ച് ചെയ്യാത്ത ആ ടൈപ്പ് ഓഫ് ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസംസ്കൃത ദത്തം അഥവാ റോ ഡാറ്റ എന്നുള്ളത്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ പിന്നെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഓരോ ഓർഡറിലോ ഏത് മെത്തേഡിലും നമ്മൾ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒന്നും ആക്കുന്നില്ല. നമ്മളത് പ്രൈമറി ഡാറ്റ, ദാറ്റ് മീൻസ് നമ്മൾ ഡാറ്റ എടുത്തിട്ട് അതുപോലെ തന്നെ വെക്കുമ്പോൾ അതാണ് റോ ഡാറ്റ എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് വെൻ ദ സാമ്പിൾ വാല്യൂസ് ഇൻ എ ഡാറ്റ ആർ അറേഞ്ച്ഡ് അറ്റ് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യുക. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലൊന്നും അല്ലാതെ റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ അസംസ്കൃത ദത്തം അഥവാ റോ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് നോട്ട് സ്പെഷ്യലി ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ദ ഡാറ്റ വിൽ ബി കോൾഡ് എ റോ ഡാറ്റ. റാൻഡമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന, നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ ഡാറ്റ എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാത്സ് പരീക്ഷ, ഒരു ഗണിത പരീക്ഷയിൽ 12 വിദ്യാർത്ഥികളുടെ സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വിദ്യാർത്ഥിക്ക് കിട്ടിയത് 3 ആണ്. ദെൻ 2, 5, 8, 10, 12, 5, 3, 8, 7, 10, 5 അങ്ങനെ 12 കുട്ടികൾക്ക് മാത്സ് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതെന്താ? അറേഞ്ച് ചെയ്തിട്ടില്ല. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒന്നല്ല, ജസ്റ്റ് റാൻഡമായിട്ട് ഓരോ കുട്ടികളുടെ മാർക്കുമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഓരോ കുട്ടികളുടെ മാർക്കും റാൻഡമായിട്ട് രേഖപ്പെടുത്തി, ഒരു ഓർഡറിലും അല്ല. അപ്പോൾ ഇതെന്താണ്? ഇതൊരു റോ ഡാറ്റ, അസംസ്കൃത ദത്തമാണ്. ഇനി പ്രോസസ്സിങ്ങോ വിശകലനമോ ഇല്ലാതെ ഒരു ഉറവിടത്തിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റ, നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പ്രോസസ്സിങ്ങോ വിശകലനമോ ഒന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ നേരിട്ടാണ്ട് എന്താണ് ശേഖരിക്കുകയാണ്. നേരിട്ട് ശേഖരിക്കുന്ന ആ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് റോ ഡാറ്റ എന്നുള്ളത്. അപ്പോൾ അസംസ്കൃത ദത്തത്തെ, റോ ഡാറ്റയെ നമുക്ക് എന്തൊക്കെ പേര് വിളിക്കാം? പ്രാഥമിക ദത്തം അഥവാ പ്രൈമറി ഡാറ്റ എന്ന് വിളിക്കാം. അതുപോലെ ഉറവിട ദത്തം, സോഴ്സ് ഡാറ്റ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ അറ്റോമിക് ദത്തം, അറ്റോമിക് ഡാറ്റ എന്നുള്ളതും നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ പ്രൈമറി ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസംസ്കൃത ദത്തം, പ്രാഥമിക ദത്തം, ഉറവിട ദത്തം. റോ ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് ദത്തം. അങ്ങനെ 3 വേർഡ്സ് നമ്മൾ നെയിംസ് വിളിക്കുന്നുണ്ട്. പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റയാണ്. ഉറവിട ദത്തം എന്ന് പറയുന്നത് സോഴ്സ് ഡാറ്റയാണ്. അതുപോലെ തന്നെ അറ്റോമിക് ദത്തം, അറ്റോമിക് ഡാറ്റ എന്നും നമ്മൾ റോ ഡാറ്റയെ വിളിക്കുന്നു. അപ്പോൾ റോ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ്. അതിനെ നമ്മൾ ഒരു ഓർഡറിലോട്ടും ആക്കാൻ പോകുന്നില്ല. നമ്മളത് റാൻഡമായിട്ട് ചൂസ് ചെയ്യാണ്. റാൻഡമായിട്ട് ചൂസ് ചെയ്യുക, നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഇനി നമ്മൾ സിലബസിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ദത്തങ്ങളുടെ വർഗീകരണവും പട്ടികയാക്കലും. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷന് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് വർഗീകരണം. അതുപോലെ ടാബുലേഷന് നമ്മൾ പട്ടികയാക്കുക. അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ, വർഗീകരണത്തിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനും പഠിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ടാബുലേഷനും പഠിക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും പഠിക്കുന്നുണ്ട്. അപ്പം എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില സവിശേഷതകൾ അനുസരിച്ച് ദത്തം ഗ്രൂപ്പ് ചെയ്യുന്ന പ്രക്രിയ. അപ്പം ചില ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച്, ഓരോന്നിനും ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ ഉണ്ടാവുക. ആ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ആ ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്
നമ്മളെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില സവിശേഷതകൾ അനുസരിച്ച് ദത്തം ഗ്രൂപ്പ് ചെയ്യുന്ന പ്രക്രിയ, അതാണ് ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ചില ക്യാരക്ടറിസ്റ്റിക്സിന് അടിസ്ഥാനമായിട്ട് നമ്മൾ ആ ഒരു ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി, ആ സൂപ്പർ മാർക്കറ്റിൽ ഓരോ സാധനങ്ങളും ഓരോ പ്ലേസിലായിരിക്കും അല്ലേ. ഇപ്പോൾ സോപ്പുകളൊക്കെ ഒരു പ്ലേസിൽ, അതുപോലെ തന്നെ നമുക്ക് വേറെ പല സാധനങ്ങളും ഫ്രൂട്ട്സിനൊരു സെക്ഷൻ, അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനിലായിരിക്കും. അപ്പോൾ ഓരോ ഇതും എന്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കാണ്, ക്ലാസിഫിക്കേഷനാണ് അവിടെ. ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്തിട്ട് വെക്കില്ല അല്ലേ. ഓരോന്നിനും ഓരോ പ്ലേസ്, ഓരോന്നും നമ്മൾ ഓരോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ ഓരോന്നും ആ ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ക്രമരഹിതമായ ആ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ്, ഗ്രൂപ്പിങ്ങിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ഗുണാത്മക വർഗീകരണം? നമ്മളെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് നമ്മളെ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഗുണാത്മക വർഗീകരണം. എന്തായിരിക്കും ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ലിംഗഭേദം, നിറം തുടങ്ങിയ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. ഇപ്പോൾ നമ്മൾ കളറിനനുസരിച്ച് ഓരോ കളറിനനുസരിച്ച്, അതുപോലെ റിലീജിയന് ബേസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് സെക്സിൻ്റെ ബേസ്ഡിലായിട്ട്, അങ്ങനെ ഓരോന്നിൻ്റെ ബേസ്ഡിലായിട്ട് നമ്മൾ ഒരു ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ഗുണാത്മക വർഗീകരണം. ഇനി സംഖ്യാപരമായി അളക്കാൻ കഴിയാത്തതാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ കഴിയില്ല. ആ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമുക്ക് സംഖ്യാപരമായി അളക്കാൻ കഴിയാത്തതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണാത്മക വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് സെക്സ്, കളർ, ലിറ്ററസി, അതുപോലെ റിലീജിയൻ, അതിൻ്റെയൊക്കെ ബേസ്ഡ് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്നതിനെ ആണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി മെഷർ, ഇതിനെ നമുക്ക് സംഖ്യാപരമായി അളക്കാൻ സാധിക്കില്ല. വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി മെഷേർഡ് ഈസ് കോൾഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ്, ഏതിൻ്റെയൊക്കെ ബേസിലാണ്? സെക്സ്, അതുപോലെ തന്നെ ലിറ്ററസി, അതുപോലെ നമുക്ക് എന്ത് പറയാം, കളറ്, റിലീജിയൻ, അങ്ങനെ അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഈ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ നമുക്ക് സംഖ്യാപരമായി അളക്കാൻ സാധിക്കില്ല, അത് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കില്ല. ആ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ നമ്മൾ മലയാളം വേർഡ് പഠിച്ചു വെക്കണം, ഗുണാത്മക വർഗീകരണം എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇപ്പം സൂപ്പർ മാർക്കറ്റിൻ്റെ കേസ്, എക്സാമ്പിളായിട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ കേസ് എടുക്കുമ്പം അവിടെ നമ്മൾ പറഞ്ഞു സോപ്പുകളൊക്കെ ഒരു സെക്ഷനിൽ ഉണ്ടാവും അല്ലേ. ഈ സോപ്പുകളിൽ തന്നെ നമ്മൾ ഓരോ ബ്രാൻഡും ഓരോ പ്ലേസിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ അതെന്താ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അത് ന്യൂമറിക്കലി മെഷർ ചെയ്യാതെ നമ്മൾ ക്ലാസിഫൈ ചെയ്തതാണ് അല്ലേ, അതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അല്ലെങ്കിൽ നമുക്ക് കളറിനനുസരിച്ച് എന്ത് ചെയ്യുക, ഓരോന്നും ഓരോ സെക്ഷൻ ആക്കിയിട്ട് വെക്കാം, ഓരോ കളറിനനുസരിച്ച്. അതെന്താ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അതുപോലെ നമ്മൾ ലിറ്ററസി എന്ന് പറയുമ്പം നമുക്ക് എന്താ, കൂടുതൽ പഠിച്ചവർ, അതുപോലെ പഠിക്കാത്തവർ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് റിലീജിയൻ്റെ പ്ലേസിൽ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ എന്താണ്, നമ്മളെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അതുപോലെ മെയിൽ വേറെ, ഫീമെയിൽ വേറെ, അതെന്താ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. ഇതൊന്നും ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കാതെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി മെഷർ, നമ്മൾ ന്യൂമറിക്കലി മെഷർ ചെയ്യാത്ത ആ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ.
ഈ നെക്സ്റ്റ് നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിന് നമ്മൾ പറയുന്നതാണ് അളവ് ബന്ധിത വർഗീകരണം. അളവ് ബന്ധിത വർഗീകരണം അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഇവിടെ ഉയരം, ഭാരം, കനം, എണ്ണം, വിസ്തീർണം, വോളിയം തുടങ്ങിയ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. ഇവിടെ നമ്മൾ നമ്മളെ ഡാറ്റേൻ്റെ ഹൈറ്റിൻ്റെ ബേസിൽ, അതുപോലെ വെയ്റ്റിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ ഏരിയ, വോളിയം, അതുപോലെ നമ്മൾ അതിൻ്റെ തിക്നെസ്, അങ്ങനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റയെ ആ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അവ സംഖ്യാപരമായി അളക്കാൻ കഴിയുന്നതാണ്. ഇതിനെ നമുക്ക് ന്യൂമറിക്കലി എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ബട്ട് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അതെന്താണ്? നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ബട്ട് ഇവിടെ അളവ് ബന്ധിത വർഗീകരണം ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്, നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ളത് ചേഞ്ച് ചെയ്യാതെക്കാൻ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് എൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പം സംഖ്യാപരമായി അളക്കാൻ കഴിയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഇതിനെ നമുക്ക് എന്താ പറയുക? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഹൈറ്റ് നമ്മൾ ഹൈറ്റിൻ്റെ ബേസിൽ അത് സംഖ്യാപരമായി അളക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ വെയ്റ്റ്, തിക്നെസ്, കൗണ്ട്, ഏരിയ, വോളിയം വിച്ച് ക്യാൻ ബി ന്യൂമറിക്കലി മെഷേർഡ് ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് എന്താണ്? ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന നമ്മുടെ ഡാറ്റ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അളവ് ബന്ധിത വർഗീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കാത്തതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ്റെ മലയാളം നെയിമാണ് ഗുണാത്മക വർഗീകരണം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അളവ് ബന്ധിത വർഗീകരണം എന്ന് വിളിക്കും. ഈ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാലാനുസൃത വർഗീകരണം. അപ്പോൾ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലാനുസൃത വർഗീകരണം. വർഷം, മാസം, ആഴ്ച, മണിക്കൂർ തുടങ്ങിയ സമയത്തിൻ്റെ ചില യൂണിറ്റുകളെ, ഇവിടെ നമ്മൾ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്, സമയത്തിൻ്റെ ചില യൂണിറ്റുകളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തെ കാലാനുസൃത വർഗീകരണം എന്ന് വിളിക്കുന്നു. അപ്പോൾ ടൈമിൻ്റെ ബേസിൽ നമ്മൾ നമ്മളെ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ കാലാനുസൃത വർഗീകരണം എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സം യൂണിറ്റ്സ് ഓഫ് ടൈം ലൈക്ക് ഇയർ, മന്ത്, വീക്ക്, ഹവർ എക്സെട്ര ഈസ് കോൾഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പം എന്തിൻ്റെ ബേസിലാണ്? ഇയറിൻ്റെ ബേസിൽ, മന്തിൻ്റെ ബേസിൽ, അതുപോലെ ഹവറിൻ്റെ ബേസിൽ, വീക്കിൻ്റെ ബേസിൽ, അങ്ങനെ ടൈം അടിസ്ഥാനമാക്കി, സമയം അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ നമ്മളെ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾ സോപ്പിനെ നമ്മൾ അതിൻ്റെ കളറിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് ബ്രാൻഡിനനുസരിച്ചോ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അതെന്താണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്, ഗുണാത്മക വർഗീകരണം. ബട്ട് ഇവിടെ നമ്മൾ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റാത്തതിനെയാണ് അല്ലേ ഗുണാത്മക വർഗീകരണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സോപ്പ് തന്നെ എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓരോ ബോട്ടിൽസ്, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയപ്പോൾ ഓരോ ഇപ്പം നമ്മൾ ഏതെങ്കിലും ബോട്ടിൽ, ഷാമ്പൂ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ബോട്ടിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 1/2 ലിറ്ററിൻ്റെതൊക്കെ ഒരു സെക്ഷനിൽ, 1 ലിറ്ററൊക്കെ ഒരു സെക്ഷനിൽ, അങ്ങനെ അതെന്താണ്? ന്യൂമറിക്കലി മെഷർ ചെയ്യുന്ന അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ചെറിയ ബോട്ടിൽ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഈ ഒരു സെക്ഷനിൽ, ദെൻ 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഈ ഒരു സെക്ഷനിൽ, അങ്ങനെ ഓരോ ഇതും നമ്മൾ എന്താണ് അതിൻ്റെ ന്യൂമറിക്കലി മെഷർ ചെയ്യുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ്
അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറാം. ഇനി ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷം, മാസം, ആഴ്ച, മണിക്കൂർ തുടങ്ങിയ അതിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ചില യൂണിറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണത്തെയാണ് നമ്മൾ കാലാനുസൃത വർഗീകരണം അഥവാ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സം യൂണിറ്റ്സ് ഓഫ് ടൈം ലൈക്ക് ഇയർ, മന്ത്, വീക്ക്, ഹവർ എക്സെട്ര ഈസ് കോൾഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പിക്കിൾസ് നോക്കുമ്പോൾ അവിടെ മാനുഫാക്ചറിങ് ഡേറ്റിനനുസരിച്ച് എന്താണ് ആ ഒരു പിക്കിൾസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എക്സ്പയറി ഡേറ്റ് 2024 എക്സ്പയർ ആവുന്നത് ഒരു സെക്ഷനിൽ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റ് അതിനനുസരിച്ച് നമുക്ക് എന്താണ് ആ ഒരു പിക്കിൾസ് വെച്ച ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓരോ പെന്നും മാനുഫാക്ചർ ചെയ്ത ഓരോ ഡേറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു പെൻസ് ക്ലാസിഫൈ ചെയ്യുക, ഗ്രൂപ്പുകളാക്കുന്നതിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്ര ബന്ധിത വർഗീകരണം അതാണ് എന്ത് നമ്മൾ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ആ നെയിമിൽ തന്നെ ഉണ്ട് എന്താണ് ഭൂഖണ്ഡങ്ങൾ, രാജ്യം, സംസ്ഥാനം, ജില്ല, ഗ്രാമം തുടങ്ങിയ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തെ ഭൂമിശാസ്ത്ര ബന്ധിത വർഗീകരണം എന്ന് വിളിക്കുന്നു. അപ്പം ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ, കോണ്ടിനെൻറ്റിൻ്റെ ബേസിൽ, അങ്ങനെ ഓരോന്നും സ്റ്റേറ്റിൻ്റെ ബേസിൽ, അങ്ങനെ ഓരോന്നിൻ്റെയും ബേസിൽ, അങ്ങനെ പ്ലേസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനെ നമ്മൾ പറയുന്ന പേരാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓരോ പ്ലേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ കയ്യിൽ കുറച്ച് പെൻസ് ഉണ്ട്, ഓരോ പെന്നുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു പെന്ന് മെയ്ഡ് ഇൻ ചൈനയാണ്, ഒന്ന് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, ഒന്ന് മെയ്ഡ് ഇൻ ജപ്പാൻ. അങ്ങനെ ഏതൊക്കെയാണോ മെയ്ഡ് ഇൻ ഇന്ത്യ അതൊക്കെ നമ്മളൊരു ഗ്രൂപ്പാക്കി, മെയ്ഡ് ഇൻ ചൈന അതൊക്കെ ഒരു ഗ്രൂപ്പാക്കി, മെയ്ഡ് ഇൻ ജപ്പാൻ അതൊക്കെ ഒരു ഗ്രൂപ്പാക്കി. അങ്ങനെ ഓരോന്ന് പ്ലേസിൻ്റെ ബേസിൽ, അത് മാനുഫാക്ചർ ചെയ്ത ആ ഒരു പ്ലേസിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പം അതിനെയാണ് നമ്മൾ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് നമ്മൾ അതിനെന്താ ക്രമരഹിതമായി അതിന് ഓരോന്നും എന്താണ് ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് അതിനെ ഓരോന്നായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷനിൽ തന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ 4 ക്ലാസിഫിക്കേഷൻസും നമ്മൾ എന്താണെന്നുള്ളത് നോക്കി. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണാത്മക വർഗീകരണമാണ്. ഈ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. സെക്സ്, ലിറ്ററസി, അതുപോലെ തന്നെ കളർ, അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ഗുണാത്മക വർഗീകരണം എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അളവ് ബന്ധിത വർഗീകരണമാണ്. അത് വെയിറ്റ്, ഹൈറ്റ്, തിക്നെസ്, വോളിയം, ഏരിയ, അങ്ങനെ അതിൻ്റെ ബേസിൽ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷനാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഡാറ്റയെ എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇയർ, മന്ത്, ഹവർ, വീക്ക് അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ കാലാനുസൃത വർഗീകരണമാണ്. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷനാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്ര ബന്ധിത വർഗീകരണമാണ്. ഇത് നമ്മൾ ഓരോ പ്ലേസിൻ്റെ കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങൾ, രാജ്യം, കൺട്രിൻ്റെ ബേസിൽ, സംസ്ഥാനം, സ്റ്റേറ്റിൻ്റെ ബേസിൽ, അതുപോലെ ജില്ല, ഡിസ്ട്രിക്റ്റിൻ്റെ ബേസിൽ, ഗ്രാമം, അങ്ങനെ തുടങ്ങിയ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ്
ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ടാബുലേഷൻ എന്നുള്ളത് നോക്കണം. എന്നിട്ട് ക്ലാസിഫിക്കേഷനും ടാബുലേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.